ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഒരു വ്ളോഗിൽ മോളുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പോയായിരുന്നു. അപ്പോൾ ഇന്ന് മോളുടെ പാസ്പോർട്ട് കിട്ടുമെന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബിറ്റ്വീൻ 1 and 4. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പോവാണ്. അപ്പോൾ മോൻ സ്കൂളിൽ പോയി, അവനെ നമ്മൾ സമയത്തെത്തി വിളിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ഡെബി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഓൾഡ് നേവി എന്ന് പറഞ്ഞ കടയിൽ കയറി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മേടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ പോയി മോളുടെ പാസ്പോർട്ടും എടുത്ത് പിന്നെയാണ് തിരക്ക്. ഇനി മോള് പാസ്പോർട്ടിൽ ഉള്ള നമ്പർ എടുത്തിട്ട് വേണം നമ്മുടെ ടിക്കറ്റിൽ അവളെ ആഡ് ചെയ്യാൻ. നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവള് ന്യൂ ബോൺ ബേബി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇവർക്ക് നമ്മുടെ സീറ്റിൽ മടിയിലിരിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നമ്മുടെ ടിക്കറ്റ് അല്ലെങ്കിൽ റേറ്റ് കൂടത്തില്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുത്തന്നെ ഡേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, അത് സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അപ്പോൾ എന്തായാലും പോയി മോളുടെ പാസ്പോർട്ട് എടുക്കണം, അവളുടെ ടിക്കറ്റിൽ പേര് ആഡ് ചെയ്യണം. പിന്നെ കോമഡി എന്താണെന്നറിയോ, ഈ കനേഡിയൻസിന് എത്ര കൺട്രീസിന് വിസ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ അല്ല. അപ്പോൾ മോൾക്ക് വരെ വിസ എടുക്കണം. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു 24 hours to 48 hoursൻ്റെ അകത്ത് വരുമെന്ന്. പാസ്പോർട്ട് എടുക്കണം, ടിക്കറ്റിൽ ഇത് ചെയ്യണം. മൂന്നാമത് അവളുടെ എന്താ പറയുക, അവളെ വിസ എടുക്കണം. അപ്പോൾ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ. സോ ബേസിക്കലി നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരു കാര്യമുണ്ട്, നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് എക്സ്ട്രാ ടിക്കറ്റിൻ്റെ സീറ്റിന് പൈസ കൊടുക്കാതെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 ആണോ 12 ആണോ എന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ 5 വയസ്സുള്ളതുകൊണ്ട് ഞാൻ അതുവരെ നോക്കിയിട്ടുള്ളൂ. പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അമ്മമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റും വിത്തൗട്ട് പേയിങ് എക്സ്ട്രാ മണി ഫോർ ദ സീറ്റ്. അവരെ വിളിച്ച് പറഞ്ഞാൽ മതി, എൻ്റെ കൂടെ മോനാണുള്ളത്, ഫാമിലി ടിക്കറ്റാണ് എടുത്തേക്കുന്നത്, അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുത്തണം ഫോർ ഫ്രീ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. 1. 2, നിങ്ങൾക്ക് കാർ സീറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് അയക്കാൻ പറ്റും, ഫ്രീ ഒരു ഐറ്റമായിട്ട് അയക്കാൻ പറ്റും. അപ്പോൾ അത് 2. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ന്യൂ ബോൺ ബേബിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ബാസിനെറ്റ് സീറ്റ് വേണമെന്ന്. അതായത് ഫ്ലൈറ്റിൽ തന്നെ ബാസിനെറ്റ് ഉള്ള ഒരു സാധനമുണ്ട്, നമ്മൾ കൊച്ചിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാധനം. അപ്പോൾ ബാസിനെറ്റ് സീറ്റ് വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്താൽ അവർ ഫ്രീ ആയിട്ട് ബാസിനെറ്റ് സീറ്റും തരും. അപ്പോൾ അത് 3ഉം അവർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കാർ സീറ്റ് അല്ലാതെ സ്ട്രോളറും കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ അവിടെ ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ കൊടുത്താൽ മതി, അവരത് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൻ്റെ അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് ആ സ്ട്രോളർ അവർ തിരിച്ച് തരുകയും ചെയ്യും. സോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഫെസിലിറ്റീസാണിത്. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ മോനെ ഒരു വാഗനിലാണ് കൊണ്ടുവന്നത്. അതിന് വേണമെങ്കിൽ ഒരു ക്ലിപ്പ് ഞാൻ ഇടാം. ബട്ട് ആ സാധനം വെച്ച് കൊണ്ടുവന്നുകൊണ്ട് ലിയൻ അത്രയും ദൂരം നടക്കേണ്ടി വന്നിട്ടില്ല. അതേപോലെ ഈ പ്രാവശ്യം ഞാൻ ആ വാഗൻ വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കൂടി അവ അതിൽ കയറത്തുള്ളൂ. പൊക്കം കൂടുതലാണോ ചോദിച്ചാൽ ആണ്, അതിന് പക്ഷേ ഇരുന്ന് പോകാം, കഴിഞ്ഞ പ്രാവശ്യം പോലെ കിടന്ന് വരാൻ പറ്റത്തില്ല. സോ ആ വാഗനിൽ അവനെയും മോളെ സ്ട്രോളറിലാണ് നമ്മൾ ഇരുത്തി കൊണ്ടുവരാൻ പോകുന്നത്. സോ ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇനി അധിക ദിവസമില്ല, എത്രയും പെട്ടെന്ന് മോളുടെ പാസ്പോർട്ട് കാര്യം കഴിഞ്ഞിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ. അതെന്തായാലും നടക്കും തോന്നുന്നില്ല, അത് വേറെ കാര്യം. കാരണം ഇനിയും കുറേ സാധനങ്ങൾ വീട്ടിൽ വിൽക്കാനുണ്ട്. സോ എന്തായാലും ഞാൻ താഴെ പോട്ടെ. ഞാൻ ആക്ച്വലി പകുതി മേക്കപ്പ് ഇട്ടിട്ട്, ഞാൻ ഇപ്പോൾ പഠിച്ച ഒരു പുതിയ പരിപാടിയാണ്. ദൂരെ പോവുകയാണെങ്കിൽ പകുതി മേക്കപ്പ് ഇട്ടിട്ട് മറ്റേ പ്രൈമറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാറിൽ പോയി സമാധാനമായിട്ടിരുന്ന് മേക്കപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ യോജിക്ക് നീ ഇറങ്ങുമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൃതി കാണത്തില്ല. കാറിൽ എന്തായാലും നമ്മൾ ചുമ്മാ ഇരിക്കുക. ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, യോജി ഉള്ളപ്പോൾ മാക്സിമം യോജി ഓടിക്കുന്നത്. അല്ലെങ്കിൽ യോജിക്ക് വയ്യെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ മാത്രമേ ഞാൻ ഓടിക്കുള്ളൂ. എനിക്ക് ഓടിക്കുന്ന ഇഷ്ടമല്ല. സോ ആ സമയം കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരുന്ന് മേക്കപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫുൾ മേക്കപ്പ് ബാഗ് കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇനി ബാക്കി വ്ളോഗ് കാറിലിരുന്നും പിന്നെ അവിടെ പോയിട്ടും എടുക്കാം. പശുവിനെ സ്വപ്നം കണ്ട് കിടക്ക. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മളിവിടെ എത്തി. ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു. എന്താണ് പറ്റിയത്? റെഫറൻസിൻ്റെ സ്ലിപ്പ് എടുത്തില്ല. നമ്മൾ റെഫറൻസ് സ്ലിപ്പ് എടുത്തില്ല, പക്ഷേ ഭാഗ്യത്തിന് ഞാൻ അവരെ വിളിച്ച് കോൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സാധനം എടുക്കാനുള്ള റെഫറൻസ് നമ്പർ കിട്ടി. അപ്പോൾ മോളെ എടുത്തു. നീ മോളെ എടുത്തോ. നമ്മൾ മോളെ എടുത്തിട്ട് അവിടെ ഇറങ്ങിപ്പോയി എന്താണെന്ന് വെച്ചാൽ നോക്കാം. എന്തായാലും സാധനം അവർ തന്നാൽ മതി, അതല്ലെങ്കിൽ പോയിട്ട് തിരിച്ച് വരണം. എന്തൊരു കഷ്ടകാലമാണോ എന്തോ, ഞാൻ ഓർത്തില്ല അങ്ങനെ ഒരു സ്ലിപ്പ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് 2 weeks ആയായിരുന്നു.
അപ്പോൾ ആ സ്ലിപ്പിൻ്റെ കാര്യം വിട്ടുപോയി. പക്ഷേ ഈ റെഫറൻസ് നമ്പർ വെച്ച് അവരെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പോയി നോക്കാം എന്തായാലും. ഓ ആകെ പാടൊരു മണ്ടത്തരമായിപ്പോയി. താങ്ക് യു. മോള് നല്ല ഉറക്കമാണ് കേട്ടോ. പോകുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാല്ലേ. അങ്ങനെ മോളുടെ പാസ്പോർട്ട് കിട്ടി. ഇതാ നമ്മൾ തിരിച്ച് പോവുകയാണ്. പോണതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. സോയാ അത് പോയി ചെയ്യാം നമുക്ക്. അങ്ങനെ ഞാൻ ലൊറൈൻ കീഷ് എന്ന് പറഞ്ഞൊരു സാധനവും യോജി സ്മോക്ഡ് സാൽമൻ്റെ എന്തോ ഒരു ക്രേപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മോളെയും കൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ തന്നെ പോയി ലിയൻ എടുക്കാമെന്ന് കരുതി. അപ്പോൾ സമയത്ത് എന്തായാലും പാസ്പോർട്ട് കിട്ടിയുണ്ട്. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ഫ്രൂട്ട് ടാർട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനം എന്തായാലും വരും മുമ്പ് ഇത് ഒരിക്കൽ കൂടി കഴിക്കാമെന്ന് കരുതി. ലിയാൻ, ഹൗ വാസ് യുവർ ഡേ? ഗുഡ്. അപ്പോൾ ലിയാനെ ഡേ കെയർ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്തായാലും കൊച്ചിൻ്റെ പാസ്പോർട്ടും കിട്ടി, എല്ലാം കിട്ടി. ഇനി വേണം വീട്ടിൽ പോകാൻ. ഇവർ രണ്ടുപേരും പാർക്കിൽ പോകാൻ അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ. ഇന്നലെ ഞാൻ നേരെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അവൾ 2-3 കാണാൻ എണീച്ചായിരുന്നു മോള്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മോളെയും കൊണ്ട് മേലിൽ പോവാ. ഇവർ പാർക്കിൽ പോയിട്ട് തിരിച്ചു വരും. ഓക്കെ ലിയാൻ, പാർക്കിൽ പോയിട്ട് വരുമോ നീ? അവൻ എൻ്റെ കൂടെ പോകണമെന്ന്. പക്ഷെ എനിക്ക് വയ്യ. ഞാനാണെങ്കിൽ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ നല്ല ടയർഡാ. ബട്ട് ഇവർ രണ്ടുപേരും പോയിട്ട് വരും. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ചൂടായതുകൊണ്ട് എല്ലാം വലിച്ചൂരി ഇവിടെ ഇരിക്കുക. പുള്ളിക്കാട്ടിക്ക് പാല് വേണമെന്നുള്ള പരാതിയാണ്. ഞാൻ വരുന്ന വഴിക്ക് കാറിൽ ഇങ്ങനെ പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കൊടുക്കാൻ പോകുന്നത്. പാല് വേണോ? വേണോ? അങ്ങനെ പാലൊക്കെ കുടിച്ച് നമ്മൾ റിലാക്സ് ചെയ്ത് ഇവിടെ ഇരിക്കുക. എന്താണ് അവിടെ നോക്കുന്നത്? എന്താണ് പൊന്നുമോള് നോക്കുന്നത്? എന്തോ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തോ ഇഷ്ടപ്പെട്ടു. എന്താണ് അവിടെ നോക്കുന്നത്? ആർക്കും അറിഞ്ഞൂടെ അവളെന്താണ് നോക്കുന്നത്. ഇപ്പം കറുത്ത കളർ ഒരു സോക്സ് കിടപ്പുണ്ട്. നമ്മൾ പാക്ക് ചെയ്തോണ്ടേ ഇപ്പോൾ നമ്മൾ പെട്ടിയിൽ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചു. ഇനിയും കുറേ സാധനങ്ങൾ മാറ്റാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ നിൽക്കുക. നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുണിയും കാര്യങ്ങളും എല്ലാം കൗച്ചിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊടുക്കണം. ഇത് തന്നെ ഒരു പണിയാണ്. എന്താണ് സ്കൂളിൽ ചെയ്തത്? സ്കൂളിൽ എന്താ ചെയ്തത്? What did you do in school? Climb up all the way up the monkey bar. മങ്കി ബാർ എന്ന് പറഞ്ഞ എന്തോ സംഭവത്തിൽ അവൻ കയറി കളിച്ചു. കുഞ്ഞു പെണ്ണെ കുളിപ്പിച്ചിപ്പോ കിടത്തിയതേ ഉള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പാമ്പർ ഇടാന്ന് കരുതി. പാലിന് സമയമായ വീണ്ടും. അങ്ങനെതാ ഇവൻ കുളിച്ച് വന്നിരിക്കുക. എന്താ അവിടെ പോയി കുറച്ചു നേരം. What are you going to do now? ഇനി എന്ത് ചെയ്യാൻ പോവാ? Going to watch that and have pizza and eat my easy stuff. ടാബ് കാണാൻ പോകുന്നു. അവൻ കുറച്ചു നേരം ടാബിൽ കളിക്കാൻ പോവാ. രാവിലെ തൊട്ടേ വെളിയിൽ പോയതല്ലേ. പിന്നെ വന്ന് പോയി കുറച്ചു നേരം സ്പ്രേ പാർക്കിൽ യോജുമാനുമായിട്ട് പോയി കളിക്കാൻ പോയി. ഞാൻ എന്താ മോളെ ഇപ്പോൾ കുളിപ്പിച്ചു. പാൽ മേടിക്കാൻ പോയി. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ വരും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. മോക്ക് പാൽ കുടിക്കാൻ സമയമായി. അവൾ എന്നെ നോക്കി കിടക്കുക. ഒയ്യോ ഞാൻ എങ്കിൽ പോട്ടെ ഗൈസ്. അപ്പോൾ ഇഫ് യു ഡു ലൈക്ക് മൈ വ്ളോഗ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.